ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ഫസ്റ്റ് ലെസണിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് ആക്ടിവിറ്റി, റിവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. സ്റ്റോറി ഒന്നും കൂടെ വായിച്ചിട്ട് നമ്മൾ ഈ സ്റ്റോറി ട്രീ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ എഴുതാനുള്ളത്? ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, മെയിൻ ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സെറ്റിങ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ആരൊക്കെയാണ്? ദി ബോയ് എ ലവർ ഓഫ് നേച്ചർ, ഒരു പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു ബോയ്, ഒരു ആൺകുട്ടി അല്ലേ. നെക്സ്റ്റ് ഗ്രാൻഡ് ഫാദർ എ 65 ഇയേഴ്സ് ഓൾഡ് മാൻ, ഗ്രാൻഡ് ഫാദർ ഉണ്ട് അല്ലേ, ഒരു 65 വയസ്സായിട്ടുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യൻ. നെക്സ്റ്റ് ഇനി ആരൊക്കെയാണുള്ളത്? ഗ്രാൻഡ് മദർ എ വൈസ് ഓൾഡ് ലേഡി. നെക്സ്റ്റ് കോബ്ര, ഒരു പാമ്പുണ്ടായിരുന്നു അല്ലേ, എ വാരിയർ. നെക്സ്റ്റ് മംഗൂസ് എ ക്ലവർ ഫൈറ്റർ, ഒരു ബുദ്ധിശാലിയായ ഫൈറ്ററാണ്. നെക്സ്റ്റ് മൈന എ സ്പെക്ടാക്ടർ വൈസ്, ഒരു പ്രേക്ഷകനാണ്, ഒരു കാണിയാണ്. നെക്സ്റ്റ് ക്രോ എ ജംഗിൾ ക്രോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെയിൻ ഇവൻറ്റ്സ് ആണ് അല്ലേ. ഈ കഥയിൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യുരൽ, ആ ബോയുടെ സ്ക്യുരലുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ. നെക്സ്റ്റ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദി കോബ്ര ആൻഡ് ദി ഡെത്ത് ഓഫ് കോബ്ര ആൻഡ് ഡെത്ത് ഓഫ് ക്രോ. എന്താണ്? ആ മംഗൂസും കോബ്രയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അതിലെന്താണ് ആ കോബ്രയുടെ മരണം, അതുപോലെ ആ ക്രോവിൻ്റെ കാക്കയുടെ മരണം. നെക്സ്റ്റ് ദ ഗ്രേ സ്ക്യുരൽസ് ഗെറ്റിംഗ് എലോങ് വിത്ത് ദ വൈറ്റ് റാറ്റ്, ആ സ്ക്യുരലും വൈറ്റ് റാറ്റും ആ ഒരുമിച്ച് നടക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ. നെക്സ്റ്റ് ഇവൻ്റ് എന്താണ്? ദി ബർത്ത് ഓഫ് ദി വൈറ്റ് ബേബി സ്ക്യുരൽ, ആ വൈറ്റ് ബേബി സ്ക്യുരലിൻ്റെ ജനനം. നെക്സ്റ്റ് സെറ്റിങ്സ് ആണ്. ഇറ്റ് വാസ് എ വാം ഏപ്രിൽ ആഫ്റ്റർനൂൺ, ഒരു ചൂടുള്ള ഏപ്രിൽ മാസത്തെ ഒരു വൈകുന്നേര സമയമാണ് അല്ലേ. ദി ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ഹി ഹാഡ് ബിൽഡ് ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയിൽ ആ ബോയ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവന് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ദി കോബ്ര ആൻഡ് ദി മംഗൂസ് കെയിം ഫ്രം ബുഷസ്, കോബ്രയും മംഗൂസും അവരുടെ മാളങ്ങളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ദി ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്വിറൽ. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. ഹെൽപ്പ് ഹിം കംപ്ലീറ്റ് ദ ലെറ്റർ. എന്താണ്? ആ അണ്ണാനുമായിട്ടുള്ള ആ ഒരു പരിചയത്തിൽ എന്താണ്, ആ ബോയ് ഒത്തിരി ത്രിൽഡായിരുന്നു അല്ലേ, ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അവൻ എന്ത് തീരുമാനിച്ചു? ആ ഒരു കാര്യത്തെ അവൻ്റെ ആ പുതിയ ഫ്രണ്ടായിട്ടുള്ള സ്ക്യുരലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിന് ഒരു പേഴ്സണലായിട്ട് ഒരു ലെറ്റർ എഴുതാണ് അല്ലേ. ആ ഒരു ലെറ്ററാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് അല്ല, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പേഴ്സണൽ ലെറ്ററാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അതുകൊണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ആളുടെ അഡ്രസ്സാണ്, നമ്മളാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ നമ്മുടെ അഡ്രസ്സാണ് മുകളിൽ കൊടുക്കുക. ഇതിൽ ആ ബോയ് എഴുതുമ്പോൾ ബോയുടെ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡിയർ ശ്രാവൺ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒന്ന് അഭിസംബോധന ചെയ്യണമല്ലോ അല്ലേ, ഒരു സല്യൂട്ടേഷൻ പറയണമല്ലോ അല്ലേ. ഡിയർ ശ്രാവൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താ എഴുതിയിട്ടുള്ളത്? ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ, നീ അവിടെ നിൻ്റെ വെക്കേഷന് എൻജോയ് ചെയ്യാണ്, ആസ്വദിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ്. അങ്ങനെ എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ ബാക്കി സ്ക്യുരലുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് എഴുതണം. ഐ ആം ഡൂയിങ് ദ സെയിം ഹിയർ അറ്റ് ഗ്രാൻഡ് പാസ് ഹൗസ്, ഞാനും അതുപോലെ ഗ്രാൻഡ് പേയുടെ വീട്ടിൽ എൻജോയ് ചെയ്യാമെന്ന് പറയാണ്. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ, യു മേ വണ്ടർ ഹൂ ഹീ ഈസ്, എനിക്കിവിടെ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അത് ആരാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നിനക്കതൊരു വണ്ടറാകും, ഒരു അത്ഭുതമാകും എന്ന് പറയാണ്. ഹി ഈസ് എ യങ് സ്ക്യുരൽ, ആരാണ്? ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ക്യുരലാണ്, ഒരു അണ്ണാനാണ് എന്ന് പറയാണ്. അറ്റ് ഫസ്റ്റ് ഹി വാസ് അഫ്രൈഡ് ഓഫ് മീ, ആദ്യമൊക്കെ അവന് എന്നെ പേടിയായിരുന്നു. ഹി ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് നോ എയർ ഗൺ വിത്ത് മീ, എൻ്റെ കയ്യിൽ എയർ ഗൺ ഒന്നും ഇല്ല എന്ന് അവന് മനസ്സിലായതിന് ശേഷം സോ ഹി ബിക്കെയിം എ ലിറ്റിൽ ഫ്രണ്ട്ലി, അവന് കുറച്ച് എന്നോട് ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ. ഐ ലെഫ്റ്റ് പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫോർ ഹിം, ഞാൻ അവന് വേണ്ടിയിട്ട്
കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ പീസസ് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. ദെൻ ഹി ബിക്കെയിം വെരി ക്ലോസ് ടു മീ. പിന്നീട് അവൻ എന്നോട് ഒരുപാട് ക്ലോസ് ആയിട്ട് ഒരുപാട് അടുത്തു. ഇൻ എ ഫ്യൂ ഡേയ്സ് ഹി വാസ് ഫ്രീ എനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോ ഹി എൻഡേഴ്സ് മൈ പോക്കറ്റ്സ് ഫോർ ടേക്കിംഗ് തിങ്സ് ഫ്രം ദർ. ഇപ്പോൾ അവന് എൻ്റെ പോക്കറ്റിലേക്ക് കയറിയിട്ട് സ്വയം സാധനങ്ങൾ ബിസ്ക്കറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകും എന്ന് പറയാണ്. അത്രയും ഫ്രണ്ട്ലി ആണെന്ന് പറയാണ് അല്ലേ. ഇനി എന്ത് പറയാം? ഐ ഇൻവൈറ്റ് യു ടു കെയിം ഹോം വൺ ഡേ. ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാണ്. വി ക്യാൻ സ്പെൻഡ് എനഫ് ടൈം ഇൻ ദ ഗാർഡൻ ആൻഡ് ഇൻ ദ ബനിയൻ ട്രീ. നമുക്കൊരു ദിവസം ഈ ബനിയൻ ട്രീയിലും ഗാർഡനിലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാം, ചിലവഴിക്കാമെന്ന് പറയാണ്. ഇനി ലാസ്റ്റ് എന്ത് പറയാം? കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം, ഹോപ്പ് ടു സീ യു സൂൺ. എന്ത് പറയാം? നിൻ്റെ വീട്ടിലെ എല്ലാവരുടെ അടുത്തും എൻ്റെ അന്വേഷണം പറയണം, നമുക്ക് മീറ്റ് ചെയ്യാം, കാണാം എന്ന് പറയാണ് അല്ലേ. ഇനി താഴെ എന്ത് എഴുതാം? യുവേഴ്സ് ലവിങ്ലി, സ്നേഹത്തോടെ, എന്നിട്ട് സൈനും പേരും, നമ്മുടെ പേരും അവിടെ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. വാച്ചിങ് ദ നേച്ചർ അറൗണ്ട് us ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ഈ നേച്ചർ, പ്രകൃതിയെ കണ്ടുകൊണ്ടിരിക്കാൻ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഓരോ ലിവിങ് ബീയിങ്സിനും, ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകളൊക്കെ ഉണ്ട് അല്ലേ. ദി ബോയ് ഇൻ ദി സ്റ്റോറി നരേറ്റ്സ് certain features of a few animals. ലിസ്റ്റ് ദം ഔട്ട്. എന്താണ്? ഈ സ്റ്റോറിയിലുള്ള ബോയ് ഇവിടെ കുറച്ച് അനിമൽസിനെ കുറിച്ചൊക്കെ, അവരുടെ ഫീച്ചേഴ്സിന്, പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റോറിയിൽ അല്ലേ. അത് നമ്മൾ താഴെ ലിസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, ഏതൊക്കെ അനിമൽസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ദി സ്ക്വിരൽ, ദി സ്നേക്ക്, ദി മംഗൂസ്. ഇവ മൂന്നുമാണ് അല്ലേ. സ്ക്വിരലിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ സ്ക്വിരൽ വാസ് വെരി യങ്, ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ. Finding the boy not harmful, it became very friendly with him. It trusted the boy and even took food from his hands. സ്ക്വിരലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്ക്വിരൽ വെരി യങ് ആണ്, അതുപോലെ സ്മോൾ ആണ്, അതിൻ്റെ കളർ ഗ്രേ ആണ്, അതുപോലെ തന്നെ ആ ബോയ് ആയിട്ട് അത് ഒത്തിരി ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ. ആ ബോയ് ഉപദ്രവിക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ബോയുമായിട്ട് ആ സ്ക്വിരൽ ഒത്തിരി ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സ്നേക്ക് ആണ് അല്ലേ. ദി സ്നേക്ക് വാസ് എ ഹ്യൂജ് കോബ്ര ആൻഡ് ഇറ്റ് വാസ് ഇൻ ബ്ലാക്ക് കളർ. ദി കോബ്ര വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. ഇറ്റ് കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ദി സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി പോയിസൺ. പാമ്പ് എങ്ങനെയാണ്? അത് ഹ്യൂജ് ആണ്, വലുതാണ്, അതുപോലെ ബ്ലാക്ക് കളറാണ് ഉള്ളത് അല്ലേ. അതുപോലെ തന്നെ ഒത്തിരി സ്കിൽഫുള്ളായിട്ടുള്ള, നല്ല കഴിവുള്ള, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫൈറ്ററും കൂടിയാണ് ആ പാമ്പ്. അതുപോലെ പ്രകാശത്തിൻ്റെ വേഗത്തിലാണ് അത് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ആ പല്ലുകളിൽ മുഴുവനും പോയിസൺ ആണ്, വിഷാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മംഗൂസ് ആണ് അല്ലേ. ദി മംഗൂസ് വാസ് 3 feet long and grey in color. It was super fighter, clever and aggressive. It had a bushy tail. The long hair on its spine was thick enough to save him from the bites of snakes. ഓക്കെ, ആ കീരി എങ്ങനെയാണെന്ന് പറയുന്നത്? അത് 3 അടി നീളമുണ്ട്, അതുപോലെ തന്നെ ഗ്രേ കളറിലാണ് ഉള്ളത് അല്ലേ. അതൊരു സൂപ്പർ ഫൈറ്ററും കൂടിയാണ്, ക്ലവറാണ്, നല്ല ബുദ്ധിശാലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള വാലാണെന്ന്, നല്ല രോമങ്ങൾ നിറഞ്ഞ വാലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുതുകിലുള്ള തിക്കായിട്ടുള്ള ആ രോമങ്ങൾ, ഹെയറുകളാണ് അതിനെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ദി ബോയ് വാസ് thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. ആ ബോയ് ആ കോബ്രയും മംഗൂസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കണ്ടിട്ട് ആകെ ത്രില്ലടിച്ചിട്ടാണ് ഉള്ളത് അല്ലേ. നിങ്ങൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആ ഒരു ഫൈറ്റ് സീൻ, ആ ഫൈറ്റ് നടക്കുന്ന ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അത് നമ്മൾ നമ്മുടേതായ വേർഡ്സിൽ നെറേറ്റ് ചെയ്യാനാണ്.
ഓക്കെ, എങ്ങനെ എഴുതാം? ദി ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. ആ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബോയ് ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. വാം ബ്രീസസ് ഹാഡ് സെൻഡ് എവ്രി വൺ ഇൻഡോസ്. ദി ബോയ് വാസ് തിങ്കിങ് ഓഫ് ഗോയിങ് ഫോർ എ സ്വിം when he saw a black cobra in the garden. A mongoose also came out and went towards the cobra. They came face to face. The cobra knew that the 3 feet long mongoose is a fine fighter, clever and aggressive. But the cobra was also an experienced fighter. He could move with great speed and strike the mongoose. His sharp teeth were full of poison. It was a battle of champions. The cobra hissed, his tongue darted in and out. It was 6 feet long. It raised its 3 feet high and raised its broad, spectacled hood. The mongoose was also ready to fight. Its hair on the spine stood up like bristles. They would help him to prevent his body from getting bitten. A myna and a jungle crow was watching the fight. At one stage, they dived towards the cobra, but they missed it. The myna went back. The crow was trying to turn around when it was struck by the cobra. It died soon. The mongoose proved too clever for the cobra, and finally, it was killed by the mongoose, which dragged it into the bush. നരേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ആ സംഭവങ്ങൾ എഴുതാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ആ കോബ്രയും മംഗൂസും തമ്മിലുണ്ടായിട്ടുള്ള ആ ഫൈറ്റ്, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ മൈന ഉണ്ടായിരുന്നു, ക്രോ ഉണ്ടായിരുന്നു അല്ലേ. അവസാനം ആ ഫൈറ്റിൽ ആരാണ് മരിക്കുന്നത്? കാക്കയും മരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ പാമ്പും മരിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ആൻഡ് എമംഗ്സ്റ്റ് ദ വൂൾ were the 3 baby squirrels. All of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? ഇവിടെ എന്താണ്, അവന് 3 വൈറ്റ് ബേബി സ്ക്വിറൽസിനെ, അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കണ്ടപ്പോൾ അത് അവൻ എന്തായിട്ട്, ആ ഒരു സംഭവം അവനെന്താണ് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു അല്ലേ. ആ ഒരു മറക്കാനാവാത്ത ആ ഒരു കാഴ്ച, ആ ഒരു സൈറ്റ് അവന് എന്താണ് അവൻ്റെ ഡയറിയിൽ എഴുതാണെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും അവന് അത് എഴുതിയിട്ടുണ്ടാവുക? ഓക്കെ, ഡയറി എങ്ങനെയാണ് എഴുതുന്നത്? ഫസ്റ്റ് നമ്മൾ ഡേറ്റ് കൊടുക്കും, ഡേ എഴുതും, പിന്നെ ടൈം വേണമെങ്കിൽ ടൈം എഴുതാം. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, എന്തൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത് എന്ന് പറയാണ്. Then our white rat has become father of 3 little white squirrel babies. നമ്മുടെ വൈറ്റ് റാറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, അത് എന്തായിട്ടുണ്ട്? 3 വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുണ്ടെന്ന് പറയാണ്. I have never seen or heard of white squirrels before. Even grandpa doesn't know about white squirrels. എന്താണ്, ഗ്രാൻഡ്പയും ഞാനും ഒന്നും എന്താണ് ഇതിനു മുന്നേ വെള്ള സ്ക്വിറൽസിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് പറയാണ്. Grandpa is really a nice person. He loves trees, birds, animals and everything in nature. ഗ്രാൻഡ്പ എങ്ങനെയുള്ള ആളാണ്? ഒരു നല്ല മനുഷ്യനാണ് അല്ലേ. അദ്ദേഹത്തിന് ട്രീസും ബേർഡ്സും അനിമൽസും അങ്ങനെയുള്ള എല്ലാം ഇഷ്ടമാണെന്ന് പറയാണ്. ഐ നോ ഹി ലവ്സ് മീ വെരി മച്ച്. ആക്ച്വലി ഹി മൈറ്റ് ഹാവ് ബോട്ട് ദ വൈറ്റ് റാറ്റ് ഫോർ മീ. അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താണ്, ആ വൈറ്റ് റാറ്റിനെ അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളതും എനിക്ക് വേണ്ടിയിട്ട് ആയിരിക്കാമെന്ന് പറയാണ്. He said the rats and squirrels were related each other. It is right. As Grandpa said, the father of the white baby squirrels is my white rat. എന്താണ്, ഗ്രാൻഡ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാറ്റ്സും എലികളും സ്ക്വിറൽസും തമ്മിൽ ബന്ധം നിലനിർത്തുന്നുണ്ട് എന്നല്ലേ. ആ ഒരു കാര്യം എന്താണ്, കറക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ബേബി സ്ക്വിറൽസിൻ്റെ അച്ഛന് ഈ വൈറ്റ് റാറ്റ് തന്നെയാണെന്ന് പറയാണ്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേറ്റേഴ്സ് ആർ ദർ ഇൻ നേച്ചർ? വി ഷുഡ് ഡു എവറിത്തിങ് ടു പ്രൊട്ടക്ട് ദി നേച്ചർ ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റേഴ്സ്. എത്ര വെറൈറ്റി ആയിട്ടുള്ള ജീവജാലങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളതെന്ന് പറയാണ്. നമുക്ക് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് എഴുതാണ് അല്ലേ. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഗ്രേ സ്ക്വിറൽ, വൈറ്റ് റാറ്റ് ആൻഡ് ദി വൈറ്റ് ബേബി സ്ക്വിറൽസ്. I will bring all my school friends here to show them these wonderful sights. എന്താണ്, എൻ്റെ സ്ക്വിറൽസിനെ, വൈറ്റ് റാറ്റ്, വൈറ്റ് ബേബി സ്ക്വിറൽസ്, ഇവയെക്കുറിച്ചൊക്കെ എനിക്ക് അഭിമാനമാണ്.
എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ വണ്ടർഫുൾ സൈറ്റ്, ഈ അത്ഭുതകരമായ കാഴ്ച കൊണ്ടുവന്ന് കാണിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. The silhouettes of some scenes from the story are given here. Identify the scenes and give cut lines. ഇവിടെ ഈ സ്റ്റോറിയിലെ ചില സീനുകളുടെ, ചില സംഭവങ്ങളുടെ സിൽഹ്യൂട്ട്സ് ആണ്, എന്ന് വെച്ചാൽ എന്താ, നിഴൽ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ഓരോ സീനും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ കട്ട് ലൈൻസ്, അതിൻ്റെ ആ സംഭവം എന്താണെന്ന് എഴുതാനാണ്. ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് എഴുതിയിട്ടുള്ളത്? ദി സ്മോൾ സ്ക്വിറൽ ബിക്കെയിം ഫ്രണ്ട്ലി ആൻഡ് ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ദി ബോയ് ഹാഡ് ബിൽഡ് എ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പോൺ ദി ട്രീ. ഹി വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ് റീഡിംഗ് ബുക്സ് സിറ്റിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ എന്താണ്? ആ മൈനയും കാക്കയും പാമ്പിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു പിക്ചറാണ് അല്ലേ. In the fight between the cobra and the mongoose, a myna and a jungle crow also participated. Both the birds hurled themselves at the snake only to collide heavily in the mid-air. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ എന്താണ്? ആ മംഗൂസ് ആ പാമ്പിനെ കടിച്ചുകൊണ്ട് പോകുന്ന ഒരു പിക്ചറാണ് അല്ലേ. ദി മംഗൂസ് മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദി കോബ്ര സ്ട്രക്ക്. He missed the target and the mongoose darted upon him and bit on his back. ഇനി നെക്സ്റ്റ് പിക്ചർ, ദി ഗ്രേ സ്ക്വിറൽ ആൻഡ് ദി വൈറ്റ് റാറ്റ് ബിക്കെയിം ഫ്രണ്ട്ലി. ആ സ്ക്വിറലും റാറ്റും തമ്മിൽ ഫ്രണ്ട്ലി ആകുന്ന ആ ഒരു പിക്ചറാണ്. നെക്സ്റ്റ് വരുന്നത്, ദി ബോയ് സോ ദി വൈറ്റ് സ്ക്വിറൽസ് ഇൻ ദ നെസ്റ്റ് ആൻഡ് ഹി വണ്ടേർഡ്. ആ വൈറ്റ് സ്ക്വിറൽസിനെ ആ ബോയ് കാണുകയാണ്, അവനെ ആകെ അത്ഭുതപ്പെടുകയാണ്. നെക്സ്റ്റ്, എ സിംഗിൾ ബനിയൻ ട്രീ ക്രിയേറ്റ്സ് സച്ച് ബ്യൂട്ടി ആൻഡ് ഹാർമണി. ഹൗ വിൽ ഇറ്റ് ബി ഇഫ് വി ഹാവ് സച്ച് ബ്യൂട്ടി എവരിവെയർ. ഇവിടെ ഈ സ്റ്റോറിയിൽ എന്താണ്, ഒരു ബനിയൻ ട്രീ കാരണം തന്നെ ഇത്രയും ഒരു ഭംഗിയും ഒരു ഐക്യവും ഒക്കെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രകൃതിയുടെ ഈ ഒരു ഭംഗി എല്ലായിടത്തും ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവൂലേ. വാട്ട് ഷുഡ് വി ഡു ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ? ഡിസ്കസ്. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനാണ്. The great poet John Keats said, "A thing of beauty is a joy forever. Indeed, we would be happy to have beauty everywhere. But what do we see now? Even on the roads, people throw their waste. We see plastic bags and other things lying all around, killing our environment. We can do many things to conserve nature. We should plant trees, reduce deforestation for cultivation and building industries and houses. Reduce the use of artificial fertilizers and pesticides. Keep our rivers, lakes, ponds and wells clean. Reduce our dependency on motor vehicles which use petrol and diesel." നമ്മുടെ പ്രകൃതിയിൽ ആ ഒരു ബ്യൂട്ടിയൊക്കെ ഇപ്പം കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ. റോട്ടിലും മറ്റുമൊക്കെ എന്താണ്, നിറയെ പ്ലാസ്റ്റിക് ബാഗ്സും വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പ്രകൃതിയെ നശിപ്പിക്കാനാണ്, പ്രകൃതിയെ കൊല്ലാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അല്ലേ. പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് ട്രീസ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ എന്താണ്, ഈ ബിൽഡിങ്ങുകൾ, വീടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാടങ്ങളും അതുപോലെ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിനെ കുറക്കാം. ആർട്ടിഫിഷ്യലായിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ കീടനാശിനികൾ, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കുറക്കുക. അതുപോലെ നമ്മുടെ റിവേഴ്സ്, നദികൾ, കുളങ്ങൾ, അതുപോലെ കിണറുകളൊക്കെ ക്ലീനായിട്ട് കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ എന്താണ്, ഈ മോട്ടോർ വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഡീസലും പെട്രോളൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിനെ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തിരി കുറക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ പ്രകൃതിയെ കുറേയൊക്കെ സംരക്ഷിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് വരുന്നത്, പ്രിപ്പയർ എ ഡിജിറ്റൽ പോസ്റ്റർ ഓൺ ദി തീം കൺസർവേഷൻ ഓഫ് നേച്ചർ. ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് എന്താണ്, ഒരു ഡിജിറ്റൽ പോസ്റ്റർ നമ്മൾ തയ്യാറാക്കാനാണ്. ഇവിടെ പോസ്റ്ററിൻ്റെ മോഡൽസ് കൊടുക്കുന്നുണ്ട്, നിങ്ങളിതുപോലെ തയ്യാറാക്കാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ദി സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ പോർട്രേസ് ദ ഹാപ്പി ചൈൽഡ്ഹുഡ് ഓഫ് ദി റൈറ്റർ ബ്ലെൻഡഡ് വിത്ത് എൻചാൻറ്റിംഗ് നേച്ചർ. ക്യാൻ ദ ഫ്യൂച്ചർ ജനറേഷൻ എൻജോയ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്? Analyze the following pictures and identify the environmental issues portrayed in them. ഈ സ്റ്റോറിയിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ഈ സ്റ്റോറിയിൽ എന്താണ്, ആ റൈറ്ററിൻ്റെ ചൈൽഡ്ഹുഡാണ് അല്ലേ, ചെറുപ്പകാലത്തെ
അദ്ദേഹം ആ പ്രകൃതിയിൽ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന്, ഭാവി തലമുറയ്ക്ക് ഇതുപോലെയുള്ള ഒരു ജീവിതം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമൊക്കെ ലഭിക്കുമോ? ഇല്ല അല്ലേ. അനലൈസ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് പോർട്രേഡ് ഇൻ ദം. ഇവിടെ താഴെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ പറയുന്ന എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ കണ്ടല്ലോ അല്ലേ. അതിലെന്താണ്, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇഷ്യൂ എന്താണ്? ഡീഫോറസ്റ്റേഷൻ ഓർ ഫെല്ലിംഗ് ട്രീസ്. മരങ്ങൾ വെട്ടിമുറിക്കുകയാണ് എന്ന് വെച്ചാൽ വനനശീകരണമാണ് അല്ലേ. ഇനി ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അല്ലേ, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ്? ഇൻക്രീസിങ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, എയർ പൊല്യൂഷൻ, അണ്ടർമീനിങ് ദ എക്കോസിസ്റ്റം, ബേർഡ്സ് ആൻഡ് സ്മോൾ അനിമൽസ് ലോസ് ദെയർ ഹാബിറ്ററ്റ്സ്, endanger the existence of our future generation. ആഗോള താപം ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ വായു മലിനീകരണം ഉണ്ടാകുന്നു, എക്കോസിസ്റ്റമൊക്കെ താറുമാറാകുകയാണ് ചെയ്യുന്നതിൽ, അതുപോലെ ബേർഡ്സും ആനിമൽസിനൊക്കെ അവരുടെ ഹാബിറ്ററ്റ്സ്, അവരുടെ ആവാസ കേന്ദ്രങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പിക്ചർ കണ്ടല്ലോ അല്ലേ. നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കൊടുന്ന് ഇട്ടിരിക്കുകയാണ് അല്ലേ. അതിന് നമുക്ക് പറയുക, അതിൽ ഇഷ്യൂ ആയിട്ട് അക്യുമുലേഷൻ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. നെക്സ്റ്റ്, ഹൗ വിൽ ദിസ് അഫക്റ്റ് ദി എൻവിറോൺമെൻറ്റ്. എങ്ങനെയാണ് അത് പരിസ്ഥിതിയെ അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത് എന്നാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് മോർ ഡേഞ്ചറസ് ആൻഡ് ലോങ്ങർ ലാസ്റ്റിംഗ് ദാൻ എനി അതർ പൊല്യൂഷൻസ്. പ്ലാസ്റ്റിക് ഹാസ് toxic pollutant that can damage the environment and cause water, air, land pollution, making them toxic. Plastic will take hundreds of years to decompose. So, the damage created by it is long lasting. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒത്തിരി ഡേഞ്ചറസ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം ഈ പ്ലാസ്റ്റിക് ഒന്നും ഒരിക്കലും ദ്രവിച്ച് പോകുന്ന സാധനമല്ലല്ലോ അല്ലേ. നെക്സ്റ്റ് പിക്ചർ കണ്ടല്ലോ അല്ലേ. ഇതിലെന്താണ്, വാഹനങ്ങളിൽ നിന്നും ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു പുക കാണുന്നുണ്ട് അല്ലേ. ഇതിലെ ഇഷ്യൂ നമ്മൾ പറയുക, ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് കാർബൺ എമിഷൻസ്. വാട്ട് ആർ ദ റീസൺസ് ആൻഡ് കോൺസിക്വൻസസ്. അതിൻ്റെ കാരണങ്ങളും കോൺസിക്വൻസസും എന്തൊക്കെയാണെന്നാണ്. CO2 emissions act like a blanket in the air, trapping heat in the atmosphere and warming up the earth. This layer prevents the earth from cooling and thus raises global temperatures. Global warming would affect environmental conditions, food and water supplies, weather pattern and sea level. ഇനി താഴെ what are the possible solutions for these issues. ഈ ഇഷ്യൂസിനെല്ലാമുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. കുറച്ച് പോയിന്റ്സ് അവിടെ ഉണ്ട്. അഫോറസ്റ്റേഷൻ, അവോയ്ഡ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്, കൺട്രോൾ കാർബൺ എമിഷൻ. ഇനി എന്തൊക്കെയാണ്? പ്ലാന്റിംഗ് ട്രീസ് വെറെവർ പോസിബിൾ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. യൂസ് ക്ലോത്ത് ബാഗ്സ്, dispose the waste properly, control carbon emission as far as possible, avoid using motor vehicles using petrol and diesel as fuel, avoid the use of pesticide sprays and such polluting agents. ഇവയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ് വരുന്നത് കണ്ടക്ട് എ സെമിനാർ ഓൺ ദി ടോപ്പിക് സേവ് ദി എർത്ത് എന്ന ടോപ്പിക്കിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാനാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, pick out the words and phrases used to describe the fight of each warrior. ഈ ഫൈറ്റിൽ ആ രണ്ട് വാരിയേഴ്സിൻ്റെയും ആ സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും ഫൈറ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സും ഫ്രേസസുമാണ് നമ്മൾ താഴെ ബോക്സിൽ ഇവിടെ എഴുതേണ്ടത്. രണ്ട് ബോക്സുകളിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് സ്നേക്കിൻ്റെയാണ്. ഏതൊക്കെ വേർഡ്സാണ്? മൂവ്ഡ് സ്വിഫ്റ്റ്ലി, സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, spread his broad, spectacled hood, swayed from side to side, tried to mesmerize the mongoose, his great hood came down swiftly. ഇതൊക്കെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് മംഗൂസിൻ്റെയാണ്. അതിൽ വരുന്നത് made a feint to one side, darted swiftly, bushed his tail, unwinking eyes of the snake, jumped nearly to one side to avoid the bite, bit the snake on the back. ഇവയൊക്കെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിസ് ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. നെക്സ്റ്റ്, ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം അൺട്രൂലി ആൻഡ്
സില്ലി ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഇത് രണ്ടും ഒരേ സെൻറ്റൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, പക്ഷെ അതിലെ 2 വേർഡ്സ് മാത്രം ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ബോത്ത് ദീസ് സെൻറ്റൻസസ് മീൻ ഓൾമോസ്റ്റ് ദി സെയിം. ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ദെയർ സിനോണിംസ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്. എന്താണ് ഈ 2 സെൻറ്റൻസുകളും സെയിം മീനിങ് ആണ് വരുന്നത് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസിൽ ആ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ 2 വേർഡ്സിൻ്റെയും സിനോണിംസ് ആണ് സെക്കൻഡ് സെൻറ്റൻസിൽ അതിന് പകരമായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, അതിൻ്റെ ആ വേർഡിൻ്റെ അതേ സെയിം മീനിങ്, ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെ വരുന്ന വേർഡ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, റീറൈറ്റ് ദി പാസേജ് യൂസിങ് സിനോണിം ഓഫ് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ താഴെയുള്ള പാസേജിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെയൊക്കെ സിനോണിംസ് അവിടെ എഴുതിയിട്ട് ആ സെൻറ്റൻസിന് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് കണ്ടല്ലോ അല്ലേ, അതിന് പകരമാണ് നമ്മളിവിടെ സിനോണിംസ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ സെയിം മീനിങ് വരുന്ന വേറെ വേർഡ്സ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ സിനോണിംസ് ആഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഇൻ ദി സ്പ്രിംഗ് വെൻ ദി ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് throng into its branches. The red-bottomed bulbul, happy and avaricious, slandering rosy pastures. അവിടെ കണ്ടല്ലോ, അവിടെ നമ്മൾ സിനോണിംസ് ആഡ് ചെയ്ത് സെൻറ്റൻസ് ചേഞ്ച് ചെയ്തു അല്ലേ. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ് quarreling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. Next, now read the following sentence. He had never tried taming it, because a wild mongoose was more useful than a domestical one. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് കണ്ടല്ലോ അല്ലേ. വാട്ട് ഫങ്ഷൻ ഡു ദി അണ്ടർലൈൻഡ് വേർഡ്സ് പെർഫോം ഇൻ ദിസ് സെൻറ്റൻസ്? ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതാനാണ്. എന്ന് വെച്ചാൽ എന്താ, ഓരോ വേർഡും നൗണാണോ വേർബാണോ അങ്ങനെ എഴുതുമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഹി എന്ന് പറയുന്നത് എന്താണ്, പ്രൊനൗൺ ഓർ സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് ഹാഡ് എന്ന് പറയുന്നത് എന്താ, ഓക്സിലറി വേർബാണ്. ട്രൈഡ് എന്ന് പറയുന്നത് വേർബാണ്. ബിക്കോസ് എന്ന് പറയുന്നത് കൺജക്ഷൻ ആണ്. വൈൽഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. മംഗൂസ് എന്ന് പറയുന്നത് നൗൺ ആണ്. മോർ യൂസ്ഫുൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് വേർഡ് കാർഡ്. താഴെ ഒരു വേർഡ് കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലെന്താണ്, ഫസ്റ്റ് വേർഡ് കൊടുത്തിട്ടുണ്ട്. വേർഡ് എന്താണ്, ഫൂളിഷ് എന്നാണ്. അതിൻ്റെ കാറ്റഗറി എന്താണ്, അത് എന്ത് വേർഡാണ്, അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ഇനി അതിൻ്റെ സിനോണിംസ് കൊടുത്തിട്ടുണ്ട്, ആൻറ്റോണിംസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ സിനോണിംസ് യൂസ് ചെയ്തിട്ടും ആൻറ്റോണിംസ് യൂസ് ചെയ്തിട്ടും എന്താണ് ഒരു സെൻറ്റൻസ് എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൻ ആക്ടിവിറ്റി വിത്ത് എ വേർഡ്. ഓക്കെ, ഇനി എന്താണ്, പ്രിപ്പയർ മോർ വേർഡ് കാർഡ്സ് ബൈ പിക്കിംഗ് വേർഡ്സ് ഫ്രം ദി ലെസൺ. ഈ ലെസണിൽ നിന്ന് വേറെ വേർഡ്സ് എടുത്തിട്ട് ഇതുപോലെയുള്ള വേർഡ് കാർഡ് തയ്യാറാക്കാനാണ്. ഓക്കെ, 2 വേർഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഏതാണ്, വേർഡ് മാഗ്നിഫിസൻ്റ് ആണ്, കാറ്റഗറി അഡ്ജക്റ്റീവ്. ഇനി സിനോണിംസ് കൊടുത്തിട്ടുണ്ട്, ആൻറ്റോണിംസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് യൂസിങ് ദ വേർഡ്, ആ വേർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസും അതുപോലെ ആൻറ്റോണിം യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസും കൊടുത്തിട്ടുണ്ട്. ദെൻ ആൻ ആക്ടിവിറ്റി വിത്ത് ദ വേർഡ്. ഇനി നെക്സ്റ്റ് വേർഡ് കാർഡ് കൊടുത്തിട്ടുള്ളത് വേർഡ് ഏതാണ്, അഗ്രസീവ് ആണ്, കാറ്റഗറി അഡ്ജക്റ്റീവ് ആണ്. സിനോണിംസ്, ആൻറ്റോണിംസ്. സെൻറ്റൻസ് വിത്ത് ദ വേർഡ്, സെൻറ്റൻസ് വിത്ത് ആൻറ്റോണിം, ആൻഡ് ആക്ടിവിറ്റി വിത്ത് ദ വേർഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. 3 സെൻറ്റൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ. അതൊരു പഴയ ബനിയൻ ട്രീ ആണെന്ന് അല്ലേ. നെക്സ്റ്റ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. ആ മരം എന്ന് പറയുന്നത് ആ വീടിനേക്കാളും പഴയതാണെന്ന് പറയുന്നു അല്ലേ. നെക്സ്റ്റ്, ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ദ ടൗൺ. അത് എന്താണ്, ആ ടൗണിലുള്ള ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു ബനിയൻ ട്രീ ആണ് അതെന്ന് പറയുന്നു അല്ലേ. ഇനി എന്താണ്, ഇൻ സെൻറ്റൻസ് 1 ദി അഡ്ജക്റ്റീവ് ഓൾഡ് മിയർലി ടെൽസ് us ദാറ്റ് ദി ബനിയൻ ട്രീ ഈസ് ഓൾഡ്. എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ്, ഇങ്ങനെ നേരിട്ട് പറയാണ് അല്ലേ, ഈ ആ ബനിയൻ ട്രീ എന്താണ്, ഓൾഡ് ആണെന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇൻ സെൻറ്റൻസ് 2 എന്താ പറയുന്നത്, ദി അഡ്ജക്റ്റീവ് older is used to show that it was older than the house. The tree was already there when the house was built. അതിൽ ഓൾഡർ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അവിടെ എന്താണ് പറയുന്നത്, വീടുണ്ടാക്കുന്നതിന് മുന്നേ അവിടെ മരം ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ സെൻറ്റൻസ് 3 ദി അഡ്ജക്റ്റീവ് ഓൾഡസ്റ്റ് ടെൽസ് us that it was the oldest banyan tree in the town. Oldest is the superlative degree of old. ഓൾഡ് എന്ന അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലേ. ഫില്ല് ചെയ്യാനുള്ളത് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള ഫോം നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യണം. ഫസ്റ്റ് വൺ, നോ അതർ ബേർഡ് ഈസ് ആസ് ക്ലെവർ ആസ് ദി ക്രോ. ഓക്കെ,
നെക്സ്റ്റ് ദി ഗ്രേ മംഗൂസ് വാസ് അവിടെ വരുന്നത് മോർ അഗ്രസീവ് എന്നാണ്. മോർ അഗ്രസീവ് ദാൻ ദി കോബ്ര. നെക്സ്റ്റ് തേർഡ് വൺ ദി ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്. ഫോർത്ത് വൺ ദി കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ദി ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദി മോർണിംഗ്. Next, the myna was as contented as the crow. Next one, it was the worst fight of the snake with the mongoose. Eighth one, it was one of the most unforgettable vacations the boy had. Okay, ninth one, grandfather is the eldest member of the family. Tenth one, the mongoose darted in as swiftly as the cobra. Okay,